നമുക്ക് ഈ ചാപ്റ്ററിൽ ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ്, അതായത് OSNAP ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറയും, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കമൻറ്റ് ബാറിൽ വരിക, ടൈപ്പ് OS ഒന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സിൽ OSNAP വരുന്നുണ്ട്, ഒബ്ജക്റ്റ് സ്നാപ്പ് വരുന്നുണ്ട്, എൻഡ് പോയിൻറ്റ്, മിഡ് പോയിൻറ്റ്, സെൻറ്റർ, ജിയോമെട്രിക്ക്, നോഡ്, ക്വാഡ്രൻ്റ്, അങ്ങനെ നമുക്ക് ഓരോ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അതായത് ഒരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കാൻ പറ്റും, നിയറസ്റ്റ് പോയിൻ്റ് എടുക്കാം, അങ്ങനെയുള്ള എൻഡ് പോയിൻ്റ് അതെല്ലാം നമുക്ക് ചൂസ് ചെയ്യാം. സപ്പോസ് ഒരു സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ്, ക്വാഡ്രൻ്റ്, അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതെല്ലാം നമ്മളിത് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. സപ്പോസ് ഞാനിപ്പോൾ ഒരു ലൈൻ കമാൻഡ് എടുത്തു. ഫസ്റ്റ് പോയിൻ്റ് ചോദിക്കുമ്പോൾ ഞാൻ ഈ കോർണറിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് അവിടെ എൻഡ് പോയിൻ്റ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ലൈനിൻ്റെ ഇവിടെ എൻഡ് പോയിൻ്റ് കാണിക്കുന്നുണ്ട്, എൻ്റെ സെൻറ്ററിൽ വന്നാലും മിഡ് പോയിൻ്റ് കാണിക്കുന്നുണ്ട്. അവിടെ ചൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ലൈൻ വരയ്ക്കാം. സപ്പോസ് നോക്കാം, ആ മിഡ് പോയിൻ്റ് ചൂസ് ചെയ്തു. അടുത്ത നെക്സ്റ്റ് പോയിൻ്റ് ചോദിക്കുമ്പോൾ ഞാൻ ഈ ലൈനിൻ്റെ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻഡ് പോയിൻ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കാൻ കഴിയുന്നതാണ്. സപ്പോസ് അടുത്ത പോയിൻ്റ് നമുക്കിവിടെ വരുമ്പോൾ ഇത് എൻഡ് പോയിൻ്റ് കാണിക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് ലൈൻ വരച്ച് പോകാൻ കഴിയുന്നതാണ്. പക്ഷേ ഒബ്ജക്റ്റ് സ്നാപ്പിൽ അത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ സാധിക്കുന്നതല്ല. ഇതിപ്പോൾ ഓർത്തോ ഓണായി കിടക്കുന്നതാണ്. ഓർത്തോ നമുക്ക് ഈ സെറ്റിങ്സിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോ മോഡ് അല്ലെങ്കിൽ F8 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും. എനിക്കിതിൻ്റെ ഈ എൻഡ് പോയിൻ്റ് വേണം, ഇങ്ങനെ വരാം. അപ്പോൾ എനിക്കിതിൻ്റെ സെൻറ്റർ പോയിൻ്റ് വേണമെങ്കിൽ ഈ സർക്കിളിൽ ഇവിടെ വെക്കുമ്പോൾ തന്നെ റൗണ്ട് കാണിക്കുന്നുണ്ട്, സെൻറ്റർ പോയിൻ്റ്. ഇനി അടുത്ത ക്വാർട്ടർ പോയിൻ്റ് വരണമെന്നുണ്ടെങ്കിൽ ക്വാർട്ടറിൻ്റിലോട്ട് വരുമ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ അത് കമൻറ്റിൽ നിന്ന് എക്സിറ്റായി. വീണ്ടും ഞാനത് ഒബ്ജക്റ്റ് സ്നാപ്പിൽ വരുന്നുണ്ട്. ടൈപ്പ് OS ഒന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്താൽ മതി. ഞാൻ ടൈപ്പ് OS കൊടുത്ത് ഒബ്ജക്റ്റ് സ്നാപ്പ് എൻ്റർ കൊടുത്തു. അപ്പോൾ സപ്പോസ് ഞാനിത് ഒബ്ജക്റ്റ് സ്നാപ്പ് ഓഫ് ചെയ്തു, ഓക്കെ കൊടുത്തു. അടുത്ത ലൈൻ കമാൻഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കമൻ്റൊന്നും വർക്കാവുന്നതല്ല. കാരണം നമ്മൾ ഒബ്ജക്റ്റ് സ്നാപ്പ് നമ്മളവിടെ ഓഫ് ചെയ്തിരിക്കുക. അതായത് ഈ കാണുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് വീണ്ടും ഓണാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഓട്ടോക്കാഡിലെ മെയിൻ ഒരു കമൻറ്റ്സ് തന്നെയാണ് ഈ കാണുന്ന ഒബ്ജക്റ്റ് സ്നാപ്പ്. ഇത് സെറ്റിങ്സ് ഫുള്ള് ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ്. ഇനി നമുക്കതിൽ നിന്ന് എക്സിറ്റ് ആകും, എൻ്റർ കൊടുക്കാം. വീണ്ടും ഞാനത് വോയിസ് ഒന്ന് ടൈപ്പ് ചെയ്തു. നമുക്ക് കാണാൻ കഴിയുന്നതാണ് പെർപെൻഡിക്കുലർ, ടാൻജൻറ്റ്. അതായത് ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഈ രണ്ട് സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തുകൊണ്ട് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻ നമുക്ക് ക്രോസ് ചെയ്ത് പോകുന്ന ഇൻ്റർസെക്ഷൻ പോയിൻറ്റുകൾ, അതൊക്കെ നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ആക്റ്റീവാക്കി ചെയ്യാൻ കഴിയുന്നതാണ്. ലൈൻ കമാൻഡ് എടുത്തു. ഞാൻ സപ്പോസ് ഫസ്റ്റ് പോയിൻ്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. അടുത്ത പോയിൻ്റ് എവിടെ, ഈ ലൈൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിൽ വേണം, ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. അടുത്ത ലൈൻ എനിക്ക് വേണ്ടത് ഇതിൻ്റെ നിയറസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ആക്റ്റീവ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിയറസ്റ്റ് പോയിൻ്റ് വേണ്ടേ, നമുക്ക് ഇഷ്ടമുള്ള നിയറസ്റ്റ് പോയിൻ്റോടെ അത് ആക്റ്റീവ് ആയപ്പോൾ നമുക്കവിടെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കതിന് മതിയെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മൗസിൻ്റെ എൻ്റർ ചെയ്യുക. നമുക്ക് ഈ ഒബ്ജക്റ്റ് സ്നാപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നിയറസ്റ്റ് പോയിൻ്റ് നമുക്കിവിടെ കാണാം, അതുപോലെ നോഡ് കാണാൻ കഴിയുന്നതാണ്. ഞാൻ നിയറസ്റ്റ് പോയിൻ്റ് അത് ഓക്കെയാണ്, ഇപ്പോൾ ഓക്കെയാണ്. ഇനി നമുക്ക് സപ്പോസ് ഒരു ലൈൻ കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആ നിയറസ്റ്റ് കംപ്ലീറ്റ് കാണാം. എവിടെ ഉണ്ട് നമ്മൾ ആ ലൈൻ്റെ നിയറസ്റ്റ് അല്ലെങ്കിൽ സർക്കിളിൻ്റെത്, അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതാണ് ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇതിലൊരു ഓരോ ഓപ്ഷനും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് സംശയമുണ്ടെങ്കിൽ എനിക്കത് കമൻ്റായിട്ട് ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ് എന്ന് പറയുന്നത്.